ഗുരുവായൂരപ്പനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാന്ന് തോന്നുന്നു. രാത്രി ഉറക്കേ വന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് തന്നെ അലാറം അടിഞ്ഞു. പിന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും റെഡിയായി, മോളെ റെഡിയാക്കിയിട്ട് ഏട്ടനും റെഡിയായി ഞങ്ങൾ നേരെ പോവാണ്. എനിക്ക് ഈ ഗുരുവായൂരിന്ന് കേൾക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ചെറുപ്പത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതും മരിച്ചുപോയ എൻ്റെ ഒരു കസിന്റെ ചോറൂണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഓർമ്മകളൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. എന്താണേലും അന്നത്തെ കാര്യമൊന്നും എൻ്റെ ഓർമ്മയിലില്ലെങ്കിലും ഇന്ന് ഓർക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ ദൈവം അവിടുന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ യാത്രയിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഇവിടെ എത്തണമെങ്കിൽ മൂപ്പരെന്നെ വിചാരിക്കണം. കാരണം ഒരുപാട് തവണ ഇറങ്ങിയിട്ട് പകുതി വഴി എത്തിയിട്ട് പോലും തിരിച്ചു പോയൊരു ചരിത്രം എനിക്കുണ്ട്. അന്ന് ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നു കിട്ടി. എന്താണേലും മനസ്സുരുകി കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് വന്നു. റൂമിലെത്തുമ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. പിന്നെ അടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലുണ്ട്. പെട്ടെന്ന് പോയിട്ട് എല്ലാവർക്കും ചായ വാങ്ങിയിട്ട് വന്നു. പൂരിയും മസാല ദോശയും വടയും ചായ ഒക്കെ കൂടിയിട്ട് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രി അവിടുത്തെ മസാല ദോശ കഴിച്ചിട്ട് അഡിക്റ്റ് ആയതുകൊണ്ടാണ് ഇന്നും അവിടെ തന്നെ പോയി വാങ്ങിയത്. എന്താണെങ്കിലും ഊണും അവിടെ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. പക്ഷെ ഊണിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.